പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഏവരെയും ഒരിക്കൽ കൂടി ഓട്ട്ലാൻഡ്സ് കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ചിന്തകളെ ഉണർത്തുവാനോ നിങ്ങളെ കുടുകുടെ ചിരിപ്പിക്കുവാനോ ഇതൊരു വലിയ കഥയല്ല. പിന്നെയോ നമ്മുടെ ജീവിതയാത്രകളിൽ നമ്മളെ സഹായിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളാൽ സഹായം ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ചിട്ടുള്ള കുറേ മനുഷ്യരുണ്ടാകും. അതുപോലെ തന്നെ രൂപത്തിലും ഭാവത്തിലും വേഷത്തിലും നമ്മളുടെ ജീവിതങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. അവരെ നമുക്ക് അപരിചിതർ എന്ന് വിളിക്കാം. നമ്മുടെ വലിയ ആഘോഷങ്ങൾക്കിടയിൽ നമ്മൾ മറന്നു പോകുന്ന, ആഘോഷങ്ങളില്ലാത്ത അല്ലെങ്കിൽ അതിനു കഴിയാത്ത കുറേ മനുഷ്യരുണ്ടാകും. അവരെയും നമുക്ക് അപരിചിതർ എന്ന് വിളിക്കാം. ഓട്ട്ലാൻഡ്സ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി അഭിമാന പുരസ്കാരം അവതരിപ്പിക്കുന്നു അപരിചിതർ. കഥാസംവിധാനം ജോമോൻ പാപ്പച്ചൻ. അഭിനയിക്കുന്നവർ സണ്ണി ജോസ്, സാൻഡി മനോജ്, ജിബി ജേക്കബ്, വിച്ചി മാത്യൂസ് ആൻഡ് ജോമോൻ പാപ്പച്ചൻ. मिले सुर मेरा तुम्हारा तो सुर बने हमारा. सुर की नदियाँ हर दिशा से बह के सागर में मिले. बादलों का रूप लेकर बरसे हल्के. ദൂരദർശൻ കേന്ദ്രം, തിരുവനന്തപുരം. വാർത്തകൾ അല്പസമയത്തിനുള്ളിൽ. वॉशिंग पाउडर निर्मा, वॉशिंग पाउडर निर्मा, दूध जब घेतो निर्मा ने रखा, रंगीन कपड़ा ले खिला खिला दिलसा. നമസ്കാരം. പ്രധാന വാർത്തകൾ. കാർഗിലിൽ ഇന്ത്യൻ സൈന്യവുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 8 തീവ്രവാദികൾ കൂടി കൊല്ലപ്പെട്ടു. അതിർത്തി കടന്നുള്ള ഏത് തരത്തിലുള്ള ഭീകരവാദവും അനുവദിക്കില്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. 1972 സിംല കരാറിന്റെ നഗ്നമായ ലംഘനമാണ് പാകിസ്ഥാൻ നടത്തുന്നതെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസ് കുറ്റപ്പെടുത്തി. ഏതു വെല്ലുവിളികളെ നേരിടാനും ഇന്ത്യൻ സൈന്യം സന്നദ്ധമാണെന്ന് ജമ്മു കാശ്മീരിൽ സൈനിക മേധാവികളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതേസമയം കാർഗിലിലെ കസ്കർ മേഖലയിൽ നിന്നും പെട്രോളിങ്ങിനിടെ പാകിസ്ഥാൻ സൈന്യം തട്ടിക്കൊണ്ടുപോയ ക്യാപ്റ്റൻ സൗരഭ് ഗാലിയെയും മറ്റ് 5 സൈനികരെയും കുറിച്ച് യാതൊരു വിവരങ്ങളും ലഭ്യമായിട്ടില്ല. ഇപ്പോൾ കിട്ടിയ വാർത്ത: കാർഗിലിൽ പാകിസ്ഥാന്റെ 2 ബങ്കറുകൾ കൂടി ഇന്ത്യൻ സൈന്യം തകർത്തു. ഇന്ത്യൻ സൈനികരെ സഹായിക്കുന്നതിനായി എയർഫോഴ്സിന്റെ യുദ്ധവിമാനങ്ങളായ MiG-21, MiG-29 എന്നിവ കാർഗിൽ മേഖലയിൽ നിരീക്ഷണ പറക്കൽ നടത്തി. യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ സാധാരണ ജനങ്ങൾ ഈ മേഖലയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു.
അപ്പച്ചാ, അപ്പച്ചാ, ഇത് എന്തുറക്കമാ ഇത്? ഒന്ന് എഴുന്നേറ്റേ. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയൊക്കെ കുറഞ്ഞോ? അപ്പച്ചാ, ഒന്ന് എഴുന്നേറ്റേ. ഈ മരുന്നൊന്ന് കഴിച്ചേ. അതങ്ങോട്ട് വെച്ചേക്ക്. അതൊന്നും വേണ്ട അപ്പച്ചനെ, ഇതിപ്പോ തന്നെ അങ്ങ് കഴിച്ചാ മതി. അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോഴും ഇത് ഇവിടെ തന്നെ കാണും. നേഴ്സിനോട് ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞു എന്നെ അപ്പച്ച അപ്പച്ച എന്ന് വിളിക്കരുതെന്ന്. ഐ ആം റിട്ടയർഡ് മേജർ TN ഫിലിപ്പ്. കോൾ മീ മേജർ. ഓ പിന്നെ, ഞാൻ അപ്പച്ചാന്നെ വിളിക്കൂ. എന്റെ അപ്പച്ചന്റെ പേരും ഫിലിപ്പെന്നാ. പിന്നെ മേജറൊന്നും അല്ലാത്തോണ്ട് ഇത്രയും പൊങ്ങച്ചൊന്നുമില്ല. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ മുൻനിരയിൽ നിന്ന് നയിച്ച മേജറാണ് ഞാൻ. സോ യു ഷുഡ് ട്രീറ്റ് മീ വിത്ത് റെസ്പെക്ട്. ഉവ്വ ഉവ്വ, പട്ടാളായാലും പോലീസായാലും ഹോസ്പിറ്റലിൽ വന്നാൽ ഞങ്ങൾക്ക് ഒരുപോലെ ഉള്ളൂ. എന്നാ ഒരു മുരട്ടനാണോ എന്തോ. ചുമ്മാതല്ല കെട്ടിയുള്ള ദൈവം നേരത്തെ അങ്ങോട്ട് വിളിച്ചത്. ആ പെണ്ണുമ്പിളെ ഇത്രയും കാലം എങ്ങനെ സഹിച്ചോ എന്ന്. എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ലേ, വെറുതെ ശരീരം ഒന്നും ഇളക്കണ്ട. അങ്ങോട്ട് കിടന്നേ. തൽക്കാലം ഇനി ഒരു യുദ്ധത്തിനുള്ള പാങ്ങൊന്നും ഈ ശരീരത്തിനില്ല. കിടന്നേ, അങ്ങോട്ട് കിടന്നേ. എന്നെ ആരും ഭരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഒരു ഇഞ്ചക്ഷനോ മരുന്നോ തരുമ്പോ ഈ ആവേശമൊന്നും കാണാനില്ലല്ലോ. അതെ, ഇതൊന്നും ഇവിടെ നടക്കിയല്ല. തരുന്ന ഓക്സിജൻ പോലും വലിക്കാനുള്ള ശേഷിയില്ല. അപ്പോഴാ സിഗരറ്റ്. ഇത് ഹോസ്പിറ്റലാ, നിങ്ങളുടെ വീടൊന്നുമല്ല. ഇവിടെ സ്മോക്കിംഗ് ഒന്നും നടക്കിയല്ല. ഈ കിളവൻ ഈ ഹോസ്പിറ്റലിൽ കത്തിക്കുന്നാ തോന്നുന്നേ. എന്നെ നിങ്ങളെല്ലാം ജയിലിലാണോ കൊണ്ടിട്ടിരിക്കുന്നത്? എനിക്കൊരു സിഗരറ്റ് വലിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? അതെ, നിങ്ങളുടെ അസുഖത്തെപ്പറ്റി നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? അതെങ്ങനെയാ? ഇന്ന് ബോധം പോയാൽ 2-3 ദിവസം കഴിഞ്ഞേ വരുവുള്ളൂ. എപ്പോഴാ തട്ടിപ്പോണേന്ന് പറയാനൊക്കത്തില്ല. പിന്നെ അങ്ങോട്ട് വലിച്ചു കയറ്റുവാ. എന്നാ വായിക്ക് രുചിയായി എന്തെങ്കിലും കഴിക്കാൻ താ. എത്ര ദിവസമായി നല്ല ആഹാരം കഴിച്ചിട്ട്. എനിക്ക് കുറച്ച് പൊറോട്ടയും മട്ടനും കഴിക്കണം. അയ്യോ, അത് മതിയോ? കൊളസ്ട്രോൾ ലെവൽ എത്രയാന്നാ വിചാരം? എന്തൊരു വ്യാക്കൂൺ. പൊറോട്ടയും മട്ടനും. കൊച്ചല്ലേ, എന്തൊരാഗ്രഹം. ഇതെന്താ സുഖവാസത്തിന് വന്നിരിക്കുവാന്നാണോ വിചാരം? എന്നാ എനിക്ക് പുറത്തു പോകണം. ക്രിസ്മസ് ഒക്കെ അല്ലേ, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. ഞാൻ എനിക്ക് വേണ്ടതൊക്കെ അങ്ങ് മേടിച്ച് കഴിച്ചോളാം. പുറത്തേക്ക് എന്തിനാ പോകുന്നേ? നേരെ അങ്ങ് പാകിസ്ഥാനിലേക്ക് പൊക്കോ. പോയി ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി. 10 അടി ഒറ്റയ്ക്ക് നടക്കാൻ വയ്യ. അപ്പോഴാ ഇനി പുറത്തേക്ക് പോകുന്നത്. ഇങ്ങനെയൊക്കെ ആരാണോ പട്ടാളത്തിലെടുത്തത്? ദേ അങ്ങോട്ട് കിടന്നേ. ഡോക്ടർ റൗണ്ട്സിന് വരാൻ സമയമായി. കിടന്നങ്ങോട്ട്, കിടന്നേ. സിസ്റ്ററെ, ആ TV ഒന്നങ്ങ് ഓൺ ചെയ്തേ. Uniform 143, offshore listening over. What you heard right behind you were the sound of Bofors guns directly targeting the top of Tiger Hills, the prelude to the final assault. Also going on simultaneously are multi-barrel rocket launchers also attacking the same positions on Tiger Hills. There was another shot. Careful, careful. Now we really are going into the bunker. I just hope so, sir. We launched multi-barrel rocket launcher attack in addition to the direct firing by Bofors guns. Yeah. Oh my God. Hello? Cheers. Cheers to Tiger and to the press. After 11 hours of near continuous fighting and heavy exchange of fire, Tiger Hills finally looks like it belongs to India once again. And with this recovery, the Indian troops hope to regain control of the Dras sector almost immediately. It truly is the dawn of a new day. With Ajmal Jami, Barkhada. ഇഞ്ചക്ഷൻ കൊടുത്തില്ലേ?
ഞാൻ പറഞ്ഞ മരുന്നുകളും കൊടുത്തിട്ടില്ലല്ലോ. കൊച്ചു കുട്ടിയാണോ ഡോക്ടറെ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ? ഇനി ഒരു യുദ്ധം ഒന്നും കഴിയാതെ മരുന്ന് കഴിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. മിസ്റ്റർ ഫിലിപ്പ്, യു ഹാവ് ടു കോപ്പറേറ്റ് വിത്ത് us. എക്സ്ക്യൂസ് മീ ഡോക്ടർ, പ്ലീസ് കോൾ മീ മേജർ ഫിലിപ്പ്. ഓക്കെ മേജർ ഫിലിപ്പ്, നിങ്ങളോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണല്ലോ നിങ്ങളുടെ അസുഖത്തെ പറ്റിയും അതിൻ്റെ സീരിയസ്നെസ്സിനെ പറ്റിയും. ഇത് ഓരോ ദിവസം കഴിയുന്തോറും ശരീരത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം ഉണ്ട്. ഇപ്പോൾ തന്നെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ നമ്മൾ ഒരുപാട് ലേറ്റായി. കീമോതെറാപ്പി ഉടനെ സ്റ്റാർട്ട് ചെയ്യണം. ഇല്ല ഡോക്ടർ, എന്റെ ജീവന് നിങ്ങൾക്ക് വല്ല ഉറപ്പും തരാൻ പറ്റുമോ? എന്റെ മകൻ ഇപ്പോൾ കാർഗിൽ യുദ്ധമുഖത്താണ്. ഇത് കണ്ടോ ഈ ഫ്ലാഗ്? 1971 ഇതുപോലൊരു ഡിസംബർ മാസം പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യക്ക് മുൻപിൽ അടിയറവ് പറഞ്ഞപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഞങ്ങൾക്ക് തന്ന സമ്മാനമാണ് ഈ ത്രിവർണ പതാക. എന്റെ മകൻ യുദ്ധം ജയിച്ചു വരുമ്പോൾ എനിക്കിത് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അവനെ ഒന്ന് സല്യൂട്ട് ചെയ്യണം. അന്ന് ഞങ്ങൾ പാകിസ്ഥാനുമായി യുദ്ധം ജയിച്ചപ്പോൾ മുഴങ്ങിക്കേട്ട ആ വന്ദേ മാതരം എനിക്കൊരിക്കൽ കൂടി കേൾക്കണം. അവൻ വരും. അവൻ വരും. യുദ്ധം ജയിച്ചുടൻ മടങ്ങി വരും. പക്ഷേ അവനൊരു തമാശ പറഞ്ഞിട്ടാണ് പോയത്. I will come back either holding the flag or wrapped in the flag. But I will come back for sure. നേഴ്സ്, ആ ഇഞ്ചക്ഷൻ ഒന്ന് പെട്ടെന്ന് എടുത്തേ. കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും എപ്പോഴും ഇവിടെ ഉണ്ടാകണം. ആ മകനെ നിങ്ങൾ വിവരം അറിയിച്ചില്ലേ? ഞങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഡോക്ടർ. പുള്ളിക്കാരൻ്റെ കണ്ടീഷൻ തീരെ മോശമാണ്. ഏത് സമയത്തും എന്ത് സംഭവിക്കാം. ഇദ്ദേഹത്തിന് വേറെ ബന്ധുക്കളാരും ഇല്ലേ? ഈ മൊരട്ട് സ്വഭാവമല്ലേ ഡോക്ടർ? ആരേലും കൂടെ വന്ന് നിൽക്കുവോ? എന്തായാലും ഞങ്ങൾ കുറെ തവണ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മോനോടനെ വരാതിരിക്കില്ല. ഞാൻ അപ്പുറത്തെ വാർഡിലുണ്ടാകും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. മോളെ മോളെ. ആ തുടങ്ങി മോളെ വിളി. ബോധം അങ്ങോട്ട് പോയി തുടങ്ങുമ്പോ എന്തൊരു സ്നേഹമാ. പാവമാന്നേ. ഈ മുൻചൂണ്ടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ആരുമില്ലാതെ ഒറ്റയ്ക്കുള്ള ജീവിതമല്ലേ. അപ്പച്ചൻ ഉറങ്ങിക്കോ. അധികം ഒന്നും സംസാരിക്കണ്ട. മോളെ മോളെ, എന്റെ മകൻ വന്നോ? മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അവനെ ഒന്ന് കാണണം. ഞാൻ ഒരിക്കൽ പോലും ഇങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. ഈ ക്രിസ്മസിന് അവൻ എൻ്റെ കൂടെ ഉണ്ടാകുമോ? കഴിഞ്ഞ മാസം ഫോൺ ചെയ്തപ്പോൾ എനിക്ക് അവനൊരു സർപ്രൈസ് പ്രസന്റ് വാങ്ങി വച്ചിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഈ ക്രിസ്മസിന് അപ്പച്ചന്റെ മോൻ വരും. മോൻ വരുമ്പോ ഞാൻ വിളിക്കാം. അപ്പച്ചൻ ഇപ്പൊ സമാധാനത്തോടെ ഉറങ്ങിക്കോളൂ. ഉറങ്ങാനോ? മോൾക്കറിയാമോ, അവരവിടെ ശത്രുക്കളോട് രാവും പകലും യുദ്ധം ചെയ്യുമ്പോൾ എന്നെ പോലൊരു പട്ടാളക്കാരൻ എങ്ങനെ ഉറങ്ങും?
അതൊക്കെ എനിക്കറിയാം. അപ്പച്ചനിപ്പോ ഒന്ന് ഉറങ്ങിക്കേ. മോൾക്കറിയാമോ, ഈ യുദ്ധത്തിൽ ഇന്ത്യ ജയിക്കും. പാകിസ്ഥാനൊന്നും ഇന്ത്യയുടെ അടുത്ത് വരാൻ പോലും ധൈര്യം ഇല്ലാത്തത് കൊണ്ടാ അവർ ഒളിഞ്ഞിരുന്ന് യുദ്ധം ചെയ്യുന്നത്. ഇറ്റ്സ് എ ഹൈ ആൾട്ടിറ്റ്യൂഡ് വാർ ആൻഡ് ടെമ്പറേച്ചർ ഡ്രോപ്പ് ബിലോ -50 ഡിഗ്രി. എന്റെ മകനെ പോലുള്ള ധീരയോദ്ധാക്കളാണ് ഇന്ത്യക്ക് വേണ്ടി ആ മഞ്ഞുമലകളിൽ യുദ്ധം ചെയ്യുന്നത്. വരും, അവൻ വരും. ആ സന്തോഷ വാർത്ത അറിയിക്കാൻ അവൻ വരും. മോൾക്കറിയാമോ, ഞാൻ എൻ്റെ മകനെ സ്നേഹത്തോട് ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. അവൻ എന്നോടും. ഞങ്ങൾ പട്ടാളക്കാർക്ക് ബന്ധങ്ങളല്ല വലുത്. അവന്റെ അമ്മ മരിച്ചു പള്ളിയിലേക്ക് എടുത്തപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്ന് എൻ്റെ മകനോട് ഞാൻ പറഞ്ഞു, നീ പീരുവിനെ പോലെ പെറ്റമ്മയ്ക്ക് വേണ്ടിയല്ല കരയേണ്ടത്, നീ ഒരു യോദ്ധാവിനെ പോലെ ഭാരതാംബയ്ക്ക് വേണ്ടി ജയ് വിളിക്കണമെന്ന്. അവൻ വരും, യുദ്ധം ജയിച്ചവൻ വരും. എന്റെ മകൻ വരും. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അവനെ ഒരിക്കൽ കൂടി സല്യൂട്ട് ചെയ്യണം. എന്നെ പോലുള്ള ഓരോ ഇന്ത്യക്കാരും അതിനു വേണ്ടിയാ അപ്പച്ച പ്രാർത്ഥിക്കുന്നത്. അപ്പച്ചൻ സമാധാനത്തോടെ ഉറങ്ങിക്കോളൂ. Good evening, sister. ഗുഡ് ഈവനിങ്. I am from the Defense Department. I am here to meet Mr. ആ, മനസ്സിലായി. ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാവോ? ഞാൻ ഇച്ചിരി മരുന്നൊക്കെ എടുത്തോണ്ട് വരട്ടെ. ഇവിടെ ഇരിക്കെ, ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു വരാം. No problem. Thank you. Hello? 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 Can you hear me? Hello? Brigadier Ravi Shankar here. Yes, sir. How are you? എപ്പോൾ എത്തി? I am fine. ഇപ്പോൾ എത്തിയതേ ഉള്ളൂ, സർ. എന്താ എത്താൻ ഇത്രയും താമസിച്ചത്? What made you to arrive late? I didn't get flight from Kashmir, sir. കാലാവസ്ഥ വളരെ മോശമായിരുന്നു. So I took the train. And it took me 5 days to reach here. How was your journey? സുഖമായിരുന്നോ? Terrible, sir. എനിക്ക് റിസർവേഷൻ ഇല്ലായിരുന്നു. And I am really tired. I just want to get some rest. Did you meet him? No, sir. I am waiting for the nurse. When will you report back? May I request? എത്ര വർഷമായി സാർ ഞാൻ ക്രിസ്മസിനൊന്ന് നാട്ടിൽ വന്നിട്ട്. നാളെ ക്രിസ്മസ് അല്ലേ? ഞാൻ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വന്നാൽ പോരെ? No, you have to report back immediately. ഓക്കെ സാർ, ഞാൻ ഉടൻ തന്നെ തിരിച്ചു മടങ്ങാം. ये ज़मीं ये आसमां, हाँ
ये जमीन ये आसमां हमारा कल हमारा आज हमारा कल हमारा आज बुलंद भारत की बुलंद तस्वीर हमारा बजाज बुलंद भारत की बुलंद तस्वीर हमारा बजाज संदेशे आते हैं हमें तड़पाते हैं कुछ चिट्ठी आती है वो पूछे जाती है कि घर कब आओगे कि घर कब आओगे लिखो कब आओगे कि तुम बिन ये घर सूना सूना है संदेशे आते हैं हमें तड़पाते हैं चिट्ठी आती है वो पूछे जाती है कि घर कब आओगे कि घर कब आओगे लिखो कब आओगे कि तुम बिन ये घर सूना सूना है ഞങ്ങൾ കുറേ തവണ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പച്ചൻ എപ്പോഴും മോനെക്കുറിച്ച് പറയും. മോൻ വന്നിട്ടേ മരുന്ന് പോലും എടുക്കുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുമായിരുന്നു. വലിയ മുൻചുണ്ടിക്കാരനൊക്കെയാ, പക്ഷെ ആള് വെറും പാവാ. എൻ്റെ അപ്പച്ചൻ്റെ അതേ പേരുവാ. സത്യത്തിൽ ഞങ്ങൾ ഒരു കുടുംബം പോലെയാ ഇവിടെ കഴിയുന്നത്. ചിലപ്പോൾ ഒക്കെ കൊച്ചു കുട്ടികളെ പോലെയാ. ഇടയ്ക്ക് വഴക്കുണ്ടാക്കും, പിണങ്ങും. മോൻ ഈ ക്രിസ്മസിന് വരും, ഏതാണ്ട് ഗിഫ്റ്റൊക്കെ കൊണ്ടുവരും എന്നൊക്കെ എപ്പോഴും പറയും. പാവം ഇപ്പൊ ഹൈ സെഡേഷനിലാ. ആളെ കണ്ടാൽ തിരിച്ചറിയോന്നൊന്നും തീർത്ത് പറയാൻ പറ്റിയല്ല. ഇനിയിപ്പം നാളെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു പോയാൽ മതി കേട്ടോ. ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? സർ സർ സോറി സിസ്റ്റർ, ഞാൻ പെട്ടെന്ന് വല്ലാതെ ഉറങ്ങിപ്പോയി. ഐ ആം സോ ടയേർഡ്. ആഹാ, അത് കൊള്ളാം. ഞാൻ ഇത്രയും നേരം ആരോടാ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? ഐ ആം സോറി. സിസ്റ്റർ എന്താ പറഞ്ഞത്? ഒന്നുമില്ലേ, ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോയാൽ മതിയെന്ന് പറയുമായിരുന്നു. ഒരു നിമിഷം ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ ഡോക്ടറിനെ ഒന്ന് വിളിക്കട്ടെ. ഡോക്ടർ ഡോക്ടർ സിസ്റ്റർ, സിസ്റ്റർ, ഒന്ന് വേഗം വരൂ.
Can you wait outside for a few seconds, please? I am sorry. ഐ എം സോറി സർ. സിസ്റ്റർ, ആക്ച്വലി ആരാണിത്? എന്താ ചോദിച്ചത്? ഹു ഇസ് ദിസ് മാൻ? അപ്പോ ഇത് നിങ്ങളുടെ ഫാദർ അല്ലേ? No, he's not my father. പിന്നെ? Sorry sister, എനിക്ക് ഇദ്ദേഹം ആരാണെന്നറിയില്ല. I came here to meet മേജർ ഫിലിപ്പ്. അദ്ദേഹത്തിൻ്റെ മകൻ കാർഗിലിൽ വെച്ചുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഞങ്ങൾ പലതവണ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു. അയൽക്കാരാണ് പറഞ്ഞത് ഹോസ്പിറ്റലിലാണെന്ന്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ കുറച്ച് സാധനങ്ങൾ തിരിച്ചേൽപ്പിക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. മാത്രമല്ല, അദ്ദേഹം പിതാവിന് നൽകുവാൻ ഒരു സമ്മാനവും വാങ്ങിവെച്ചിരുന്നു. ഇത് അപ്പച്ചൻ്റെ മകൻ പറഞ്ഞ സമ്മാനം. സിസ്റ്റർ, ഐ എം വെരി സോറി. എനിക്കറിയില്ലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ സുപ്പീരിയർ ആയിരുന്നു. വളരെ മിടുക്കനായ ഓഫീസർ. പലതവണ വാണിംഗ് കൊടുത്തിട്ടും അദ്ദേഹം കേട്ടില്ല. ശത്രുബംഗറിലേക്ക് അദ്ദേഹം വാഹനവുമായി ഒറ്റയ്ക്ക് പാഞ്ഞു കയറുകയായിരുന്നു. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. സിസ്റ്റർ, ഇദ്ദേഹമാണോ മരിച്ചത്? നിങ്ങൾ ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടെല്ലാം കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞോ? ഇല്ല, ഇപ്പൊ തന്നെ ചെയ്യാം മാം. സിസ്റ്റർ, നിങ്ങൾ എന്തിനാ കരയുന്നത്? ഈ മരിച്ചത് നിങ്ങളുടെ ആരെങ്കിലും ആണോ? അല്ല, ആരുമല്ല മാം. Then do your duty. നാളെ ക്രിസ്മസ് ആണ്, അതുമല്ല ഞാൻ ലീവുമാണ്. എനിക്ക് ഇന്ന് തന്നെ ഈ റിപ്പോർട്ട് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാ. ഞാൻ ഇപ്പൊ തന്നെ ചെയ്യാം മാം. മാം ഞാൻ നാളത്തെ ഒരു ലീവിന്റെ കാര്യം പറഞ്ഞായിരുന്നു. വീട്ടിലാണെങ്കിൽ പ്രായമായ ഒരു അപ്പച്ചനും അമ്മച്ചിയും ഒറ്റയ്ക്കാ. അപ്പച്ചനാണെങ്കിൽ തീരെ വയ്യ മാം. എത്ര വർഷമായി ഞാൻ ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഈ ക്രിസ്മസ് എങ്കിലും ഞാൻ അവരോടൊപ്പം ഒന്ന് ആഘോഷിച്ചോട്ടെ. അതൊന്നും നടക്കത്തില്ല. ക്രിസ്മസ് ഒക്കെ അടുത്ത വർഷം ആഘോഷിക്കാം. സിസ്റ്ററിന് ഞാൻ അടുത്ത പേഷ്യന്റിനെ അസൈൻ ചെയ്തിട്ടുണ്ട്. വേഗം തന്നെ ഈ റിപ്പോർട്ട് തയ്യാറാക്കി എന്നെ ഏൽപ്പിക്ക്. ഞാൻ ഓഫീസിലുണ്ടാകും. അവിടെ വെച്ച് കാണാം. ഐ ഫീൽ സോറി ഫോർ യു സിസ്റ്റർ. നിങ്ങളെപ്പോലെ തന്നെയാണ് ഞങ്ങൾ പട്ടാളക്കാരുടെ ജീവിതവും. ഓരോ ആഘോഷങ്ങൾ വന്നു പോകുമ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കും അടുത്ത ക്രിസ്മസ് അല്ലെങ്കിൽ ഓണം സ്വന്തം ഭവനത്തിൽ മാതാപിതാക്കളോടൊപ്പമോ അല്ലെങ്കിൽ ഭാര്യയോടോ മക്കളോടോ ഒപ്പമോ ആയിരിക്കണമെന്ന്. പക്ഷേ ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം ഞങ്ങളുടെ ജീവിതവും ഏതെങ്കിലും മഞ്ഞിലോ മരുഭൂമിയിലോ ഹോമിക്കപ്പെട്ടിട്ടുണ്ടാവും. സാർ, ഞാൻ സത്യത്തിൽ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ചത് ക്രിസ്മസ് ഒന്നും ആഘോഷിക്കാനല്ല. ഞങ്ങളുടെ വീട് ഈ മാസം ജപ്തി ചെയ്യും. എനിക്ക് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി അപ്പച്ചൻ പണയം വെച്ചതാണ്. എൻ്റെ ചുട്ട അപ്പം പോലെ കിട്ടുന്ന ഈ 3500 രൂപ
അപ്പച്ചനും മരുന്ന് വാങ്ങിക്കാൻ പോലും തികയല്ല. എനിക്ക് താഴെ ഇനി 2 അനുജത്തിമാരാ. ഞങ്ങളെല്ലാവരും കൂടെ തെരുവിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു നേരമെങ്കിലും ഞാൻ ജനിച്ചു വളർന്ന വീട്ടിലിരുന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് ആഹാരം കഴിക്കാൻ ഒരാഗ്രഹം. ഓ, അതൊന്നും ഇനി നടക്കത്തില്ല സാർ. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു ക്രിസ്മസിനാണ് എൻ്റെ പിതാവും മരിച്ചത്. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ കാണാൻ ആഗ്രഹിച്ചു. സ്വന്തം മകനല്ലെങ്കിലും ഇതാ മറ്റൊരു പിതാവിൻ്റെ ആഗ്രഹം സാധിക്കുവാൻ ഞാനൊരു നിമിത്തമായി. യെസ് സർ. റിപ്പോർട്ടിംഗ് ബാക്ക് ഇമ്മീഡിയറ്റ്ലി സർ. സിസ്റ്റർ, എനിക്ക് പോകുവാൻ സമയമായി. ഇന്ത്യയിലുള്ള 100 കോടി ജനങ്ങൾ മനസമാധാനത്തോടുകൂടി ഉറങ്ങുന്നത് ഞങ്ങളെപ്പോലെയുള്ള പട്ടാളക്കാർ അവർക്ക് കാവലുണ്ടാകുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ്. ഞങ്ങളെപ്പോലെയുള്ള പട്ടാളക്കാർ മരിച്ച് ത്രിവർണ പതാകയിൽ പൊതിഞ്ഞു കൊണ്ടുവരുമ്പോൾ രാജ്യം നൽകുന്ന ഒരു അന്ത്യോപചാരമുണ്ട്, ഒരു അവസാനത്തെ സല്യൂട്ട്. എന്നിട്ട് നമ്മൾ പറയും, നിങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല, കോടിക്കണക്കിന് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ എപ്പോഴും ജീവിക്കും. അദ്ദേഹം ആഗ്രഹിച്ച പോലെ ഞാനൊരു സല്യൂട്ട് നൽകട്ടെ. കോടിക്കണക്കിന് ജനങ്ങൾക്കൊപ്പം ഒരു അപരിചിതൻ അദ്ദേഹത്തിന് നൽകുന്ന അവസാനത്തെ സല്യൂട്ട്.